ഹലോ, എല്ലാവർക്കും നമസ്കാരം. വിജീസ് ലെക്ചറിലേക്ക് ഒരിക്കൽ കൂടി എല്ലാവരെയും സ്വാഗതം ചെയ്യുകയാണ്. ഇന്ന് നമുക്ക് ജോഗ്രഫിയുടെ ഒരു സെക്ഷനാണ് വരുന്നത്. നമ്മുടെ ഇന്ത്യൻ ജോഗ്രഫി നമ്മൾ ബേസ് മുതൽ പഠിക്കാനായിട്ട് പോവുകയാണ്. അപ്പോൾ ജോഗ്രഫി നമ്മൾ ഇന്ന് ആരംഭിക്കുമ്പോൾ നമുക്ക് തീർച്ചയായും എനിക്ക് ഉറപ്പുണ്ട് ഒരുപാട് ആളുകൾക്ക് ജോഗ്രഫി വളരെയധികം ബുദ്ധിമുട്ടാണ്. വേറൊന്നുമല്ല, ആ ബുദ്ധിമുട്ടിന് കാരണം ഒരുപാട് സ്ഥലങ്ങൾ ഓർത്തിരിക്കണം, പിന്നെന്താണ് ഒരുപാട് കാര്യങ്ങൾ ഓർത്തിരിക്കേണ്ടതുണ്ട്. പ്രത്യേകിച്ച് ഈ സ്ഥലങ്ങളും ഇതൊക്കെ എവിടെയാ, ഇതൊക്കെ എങ്ങനെയാ, കുറെ ദിശകളും. അപ്പൊ അങ്ങനെ ഒരുപാട് പ്രശ്നങ്ങൾ ഉണ്ട് ചില ആളുകൾക്ക് നമ്മുടെ ജോഗ്രഫി. പക്ഷെങ്കില് ഞാൻ പറയുന്നു, എടാ, ഇന്നത്തെ ഈ ഒരു ക്ലാസ് മുതൽ നമ്മള് ഓരോ ടോപ്പിക്കും ജോഗ്രഫിയിൽ കവർ ചെയ്യും. നമുക്ക് ഏതൊക്കെ ടോപ്പിക് ഉണ്ടോ കവർ ചെയ്യാനായിട്ട് ആ എല്ലാ ടോപ്പിക്കും ഞാൻ കവർ ചെയ്യും. നിങ്ങൾക്ക് വേണമെങ്കിൽ നമ്മുടെ സൈറ്റിലൊക്കെ കയറിയിട്ട് നമ്മുടെ ജോഗ്രഫിയിൽ ടോപ്പിക്സ് ഏതൊക്കെയാണ്, നമ്മുടെ പി എസ് സിയിലെ ടോപ്പിക്സ് ഏതൊക്കെയാണെന്നൊക്കെ നോക്കാം കേട്ടോ. പി എസ് സിയിലെ ടോപ്പിക്സ് ഏതൊക്കെയാണെന്ന് നോക്കാം. ഞാൻ ഇവിടെ അത് കാണിക്കാത്തത്, ഞാൻ കാണിച്ചാലും വെറുതെ ഇങ്ങനെ പറഞ്ഞു പോവാമെന്നല്ലാതെ നിങ്ങൾക്ക് ജസ്റ്റ് ഒരു ടോപ്പിക്സ് ഏതൊക്കെയാണെന്ന് കിട്ടും. പക്ഷെ നിങ്ങളത് വീണ്ടും മറന്നുപോകും, ടോപ്പിക്സ് ഒക്കെ മറന്നുപോകും. അപ്പം അതുകൊണ്ട് ഞാനിത് കാണിക്കുന്നില്ല ടോപ്പിക്സ് ഏതൊക്കെയാണെന്ന്. നമ്മൾ ഓരോ ടോപ്പിക്സുമായിട്ട് നമ്മൾ നമ്മൾ പഠിച്ചു തുടങ്ങിയാണ്. പക്ഷെ നിങ്ങൾ എന്ത് ചെയ്യണം, ഞാൻ ഈ സ്ലൈഡിൽ ഉൾപ്പെടുത്തിയിട്ടില്ല എങ്കിൽ പോലും ഞാൻ അതിനു വേണ്ടിയാണ് ഇവിടെ എഴുതിയത്. നിങ്ങൾ ഏതൊക്കെ ടോപ്പിക്കാണ് ജോഗ്രഫിയിൽ നിന്ന് നിങ്ങൾക്ക് പഠിക്കാനായിട്ടുള്ളത് എന്നുള്ളത് നിങ്ങൾ ആ ഒരു സിലബസ് നിങ്ങളൊന്ന് ഡൗൺലോഡ് ചെയ്ത് വെക്കുക, പ്രിന്റ് എടുത്തൊന്ന് വെക്കുക എന്നുള്ളതാണ്. വേറൊന്നുമല്ല, നിങ്ങൾ ആ ടോപ്പിക് അല്ലെങ്കിൽ ആ ഒരു സിലബസ്, നമ്മുടെ ജോഗ്രഫിയുടെ ആ ഒരു സിലബസ് നിങ്ങൾ ഡൗൺലോഡ് ചെയ്ത് വെക്കുമ്പോൾ അപ്പൊ അതിൽ ഓരോ ടോപ്പിക്സ് ഉണ്ടല്ലോ. അപ്പൊ നമ്മൾ ക്ലാസ് എടുത്ത് കഴിയുമ്പോൾ നിങ്ങൾ ആ ടോപ്പിക്സ് ടിക്കിടുക, ആ ടോപ്പിക്സ് നമ്മൾ കവർ ചെയ്തു എന്നുള്ള രീതിയിൽ നിങ്ങൾക്കത് കുറച്ചുകൂടി കോൺഫിഡൻസ് ഒക്കെ ലഭിക്കും. അങ്ങനെ ചെയ്യുമ്പോൾ നമ്മൾ ആ ടോപ്പിക്ക് കവർ ചെയ്തല്ലോ എന്നുള്ളൊരു ചിന്തയൊക്കെ വരും. അപ്പൊ അടുത്തേം കൂടെ ഞാൻ കവർ ചെയ്തേക്കാം എന്നൊക്കെ തോന്നും. അപ്പൊ അത് നിങ്ങൾ ചെയ്യണം. അപ്പോൾ ജോഗ്രഫിയിൽ നമ്മൾ ഏറ്റവും ബേസ് മുതലുള്ള ടോപ്പിക്കിൽ നിന്നാണ് നമ്മൾ ആരംഭിക്കുന്നത്. അപ്പോൾ ഏറ്റവും അടിപൊളിയായിട്ട് നമുക്ക് എന്ത് ചെയ്യാം, ജോഗ്രഫി പഠിച്ചു തുടങ്ങാം. നമ്മുടെ ആദ്യത്തെ ടോപ്പിക്ക് തന്നെ ബേസ് ആണ്. നമ്മൾ ഇന്ത്യൻ ജോഗ്രഫിയാണ് നമ്മൾ തുടങ്ങുന്നത്. അപ്പൊ ഇന്ത്യൻ ജോഗ്രഫി പഠിക്കുമ്പോൾ നമ്മൾ ആദ്യം അറിയേണ്ടത് ഇന്ത്യ എവിടെയാണെന്ന് അറിയണ്ടേ. ഇങ്ങനെ ഒരുപാട് രാജ്യങ്ങൾ ഇങ്ങനെ നിരന്ന് കിടക്കുകയാണ്, അതിൽ ഇന്ത്യ എവിടെയാണെന്ന് അറിയണ്ടേ. അപ്പൊ ഇന്ത്യൻ ജോഗ്രഫി നമ്മൾ പഠിക്കുമ്പോൾ നമ്മൾ ആദ്യം കവർ ചെയ്യാൻ പോകുന്ന ടോപ്പിക് ഇന്ത്യയുടെ സ്ഥാനമാണ്. ഇന്ത്യ എവിടെയാണ് സ്ഥിതി, ഇന്ത്യയുടെ സ്ഥാനം എന്താണ്, അതാണ് നമ്മൾ പഠിക്കാൻ പോകുന്നത്. എന്നിട്ടാണ് നമ്മൾ ഡീറ്റെയിൽഡ് ആയിട്ട് ഇന്ത്യയിലേക്കൊക്കെ ഇറങ്ങത്തുള്ളൂ. അപ്പൊ ആദ്യം എവിടെയാണ് ഇന്ത്യ എന്ന് നമുക്ക് മനസ്സിലാക്കണം. നമുക്കറിയാവോ? അറിയാവുന്നവരുണ്ട്, നേരത്തെ അല്ലെ പഠിച്ചവരുണ്ട്. പക്ഷെ ആദ്യമേ തുടങ്ങുന്നവർക്കൊക്കെ എവിടെയാണ് ഇന്ത്യ എന്നുള്ളത് ഒരു സംശയമാണ്. അപ്പൊ നമുക്ക് പഠിക്കാം. അപ്പൊ അത് പഠിക്കുന്നതിന് മുമ്പ് നമുക്ക് ഈ ജോഗ്രഫി എന്നൊക്കെ പറയുമ്പോൾ നിങ്ങൾക്ക് കുറച്ചുകൂടി മാപ്പൊക്കെ ആയിട്ട് റിലേറ്റഡ് ആയിട്ടുള്ള സംഭവങ്ങളാണ്, അറിയാമല്ലോ. മാപ്പൊക്കെയാണ്. അപ്പൊ ഈ മാപ്പില് നമ്മള് ലെഫ്റ്റ് സൈഡ്, റൈറ്റ് സൈഡ്, നമ്മൾ അങ്ങനെയൊന്നും പറയില്ല. ജോഗ്രഫിയുടെ കേസിൽ നമ്മൾ അങ്ങനെയൊന്നും പറയില്ല. ലെഫ്റ്റ് റൈറ്റ് എന്നുള്ളത് നമ്മൾ പറയില്ല. നമ്മൾ പറയുന്നത് ദിശയാണ് പറയുന്നത്. വടക്ക്, കിഴക്ക്, പടിഞ്ഞാറ്, ഇങ്ങനെ ദിശ അല്ലേ. തെക്കേ അറ്റത്തുള്ള, വടക്കേ അറ്റത്തുള്ള, ഇങ്ങനെയാണ് നമ്മൾ ജോഗ്രഫിയിൽ പറയുന്നത്. അപ്പോ നമുക്ക് എന്ത് ചെയ്യാം, ദിശകളൊന്ന് പഠിക്കാം. കാരണം ദിശകള് കൺഫ്യൂഷൻ ഉള്ളവരുണ്ട്. കാരണം എനിക്ക് കൺഫ്യൂഷൻ ആയിരുന്നു. അതുകൊണ്ടാണ് ഞാൻ പറയുന്നത്, ദിശകൾ കൺഫ്യൂഷൻ ഉള്ളവരുണ്ട്, ഒരുപാട് ആളുകളുണ്ട് ദിശകൾ കൺഫ്യൂഷനാണ്. അപ്പൊ ആ ദിശകൾ നമുക്കൊന്ന് സെറ്റാക്കാം. ആദ്യം ഈ മുകൾ വശം നോർത്താണ് എന്നുള്ള കാര്യം എല്ലാവർക്കും അറിയാമല്ലോ. വടക്ക് ഭാഗമാണിത്, വടക്ക്. ഇത് വടക്ക് ഭാഗമാണ്. താഴെ ഇത് തെക്ക് ഭാഗമാണ്, ഇത് തെക്ക് ഭാഗമാണ്, തെക്ക്. സൗത്ത്. ഇത് വലിയ കൺഫ്യൂഷൻ വരാൻ സാധ്യതയില്ല. നോർത്ത്, മുകൾ വശം നോർത്ത്, താഴെ വശം തെക്ക് അല്ലെങ്കിൽ സൗത്ത്. ഇത് വലിയ കൺഫ്യൂഷൻ ഒന്നുമില്ല. ഇവിടെയാണ് നമുക്ക് കൺഫ്യൂഷൻ വരുന്നത്. ഈ കിഴക്ക് എവിടെയാണെന്നുള്ള ഒരു കൺഫ്യൂഷനാണ് വരുന്നത്. അപ്പൊ നിങ്ങൾ കിഴക്കും പടിഞ്ഞാറും പഠിക്കേണ്ട, നിങ്ങൾ ഏതെങ്കിലും ഒന്ന് പഠിക്ക്. നിങ്ങൾ കിഴക്കങ്ങ് പഠിക്കടാ. വലതുവശത്തുള്ള കിഴക്ക് നിങ്ങളങ്ങ് പഠിക്ക്. വലതുവശത്താണ് കിഴക്ക് എന്നുള്ളത് നിങ്ങളങ്ങ് പഠിച്ചു വെക്കുക. ഇവിടെയാണ് നമ്മുടെ കിഴക്ക്, നമ്മുടെ സൂര്യൻ ഉദിക്കുന്ന കിഴക്ക്, ഈസ്റ്റ്.
കിഴക്ക്. ഇത് നിങ്ങൾ പഠിക്കേണ്ടെന്നേ. പടിഞ്ഞാറ് നിങ്ങൾ പഠിക്കേണ്ട, കിഴക്ക് ഇവിടെയാണെന്നങ്ങ് പഠിച്ചു വെച്ചാൽ മതി. കിഴക്ക് ഇവിടെ ആണെങ്കിൽ ഇവിടെ പടിഞ്ഞാറാണെന്ന് അപ്പോഴേ നിങ്ങളുടെ മൈൻഡിലേക്ക് വരില്ലേ. അപ്പോൾ കൺഫ്യൂഷൻ വേണ്ട. അത് ഞാനിതുകൊണ്ട് നിങ്ങൾ പടിഞ്ഞാറ് പഠിക്കേണ്ട. പടിഞ്ഞാറിനോട് എനിക്ക് വലിയ വിരോധം ഉള്ളതൊന്നുമില്ല. നമ്മൾ രണ്ടും പഠിച്ചു വെച്ചോളാം. പ്രശ്നം നമ്മൾ ഇത് അവിടെയാണോ ഇവിടെയാണോ കൺഫ്യൂഷൻ വരും. പക്ഷെ ഇവിടെ കിഴക്ക് എന്ന് മാത്രം പഠിച്ചാൽ നമ്മൾ ഓട്ടോമാറ്റിക്കലി അറിയാം അവിടെ പടിഞ്ഞാറാണ് നമുക്ക് കിട്ടിക്കോളും. അപ്പോൾ അതുകൊണ്ട് കൺഫ്യൂഷൻ ആകാതിരിക്കാൻ വേണ്ടിയാണ് ഇങ്ങനെ പറഞ്ഞത്. അപ്പോൾ ഇതാണ് നമ്മുടെ ഡയറക്ഷൻ. കാരണം നമ്മൾ ഇനി മാപ്പിലേക്കൊക്കെ കിടക്കുമ്പോൾ ഞാൻ പറയും നമ്മുടെ വടക്കേ അറ്റത്തുള്ള തെക്കേ അറ്റത്തുള്ളതെന്നൊക്കെ പറയുമ്പോൾ നിങ്ങൾക്ക് മനസ്സിലാകണം വടക്ക് ഇവിടെ, തെക്ക് ഇവിടെ, പടിഞ്ഞാറ് ഞാൻ പറയുന്നില്ല, കിഴക്ക് ഞാൻ പറയാം കേട്ടോ. കിഴക്കിൻ്റെ ഇവിടെ ആണല്ലോ പടിഞ്ഞാറ്, ഇവിടെയാണല്ലോ പടിഞ്ഞാറ്. അപ്പോൾ ഇതാണ് സംഭവം. അപ്പോൾ ഞാനിപ്പോൾ തൽക്കാലം നിങ്ങൾ കിഴക്ക് ഇവിടെയാണെന്ന് മാത്രം പഠിച്ചു വെച്ചാൽ മതി. നിങ്ങൾ പടിഞ്ഞാറിൻ്റെ കാര്യത്തിലേക്ക് ഒരുപാട് ടെൻഷൻ ആവണ്ട. പക്ഷേ ഞാൻ പടിഞ്ഞാറ് ഇവിടെ എഴുതുകയാണ്. കാരണം നമ്മൾ അല്ലേ ഒരാളെ പടിഞ്ഞാറ്, ഒരാളെ മാത്രം നമ്മൾ അല്ലേ എഴുതാതിരിക്കുമ്പോൾ അതൊരു പ്രശ്നമാണ്. ഓക്കെ, അപ്പോൾ ഞാൻ അതും എഴുതി. അപ്പോൾ ഇതൊക്കെയാണ് ദിശകൾ. സെറ്റാണോ? ഞാൻ ഏറ്റവും ബേസിക് മുതലാണ് പറയുന്നത്. ഇനിയും ഇവിടെ ഞാൻ പറഞ്ഞപ്പോൾ നമ്മുടെ നോക്കടാ, ഒരു മിനിറ്റടാ, അതാ ഇവിടെ ഞാൻ വേറെന്തൊക്കെയോ സാധനം, വടക്ക് നോർത്ത് ഓക്കെ സംഭവം ഓക്കെ, ഇവിടെ ഞാൻ വേറെന്തൊക്കെയോ സംഭവമൊക്കെ എഴുതിയിട്ടുണ്ട്. ഇത് എന്തോ അതും നിങ്ങൾ പഠിക്കണം. ഇത്രയും നാൾ നിങ്ങൾ കിഴക്ക് തെക്ക് പടിഞ്ഞാറ് എന്നൊക്കെ നിങ്ങൾ പറഞ്ഞു. ഇതിനൊക്കെ മറ്റൊരു ഓമന പേര് കൂടിയുണ്ട്. അതും നിങ്ങൾ പഠിക്കണം. കാരണം ചില മലനിരകളുടെയും അതോടൊപ്പം തന്നെ ചില കാര്യങ്ങളുടെയൊക്കെ പേര് അതുമായിട്ട് ബന്ധപ്പെട്ടാണ്. അതുകൊണ്ട് ഇവരുടെയൊക്കെ ഓമന പേര് നിങ്ങൾ പഠിക്കണം. ഈ നോർത്ത് വടക്ക് വശമാണ് നോർത്ത് അല്ലേ. അപ്പൊ ഈ വടക്ക് വശത്തുള്ള നോർത്തിന്റെ ഓമന പേര് എന്താണെന്ന് അറിയാമോ? വടക്ക് വശത്തുള്ള ഈ നോർത്തിന്റെ ഓമന പേര്, വടക്കിന്റെ ഓമന പേരാണ് ഉത്തരം. ഉത്തരേന്ത്യ. എന്താ ഉത്തരേന്ത്യ എന്ന് പറയത്തില്ലേ? എന്താ ഉത്തരേന്ത്യ? ഉത്തരേന്ത്യ എന്ന് പറഞ്ഞാല് വടക്ക് ഭാഗത്തുള്ള സംസ്ഥാനങ്ങളാണ് നമ്മൾ ഉത്തരേന്ത്യൻ സംസ്ഥാനങ്ങൾ. അപ്പൊ ഉത്തരം എന്നാണ് നമ്മൾ എന്ത് പറയുന്നത്? നോർത്തിനെ നമ്മൾ പറയുന്ന ഓമന പേരാണ് ഉത്തരം. അപ്പൊ നോർത്തിനെ നമ്മൾ പറയുന്ന ഓമന പേര് ഉത്തരം എന്നാണെങ്കിൽ പൊതുവെ നിങ്ങൾ പറയടാ, കോമൺ സെൻസ് വെച്ച് പറയടാ, ദക്ഷിണം എന്താണ്? ദക്ഷിണം ആരുടെ ഓമന പേരാണ്? നോക്കൂ, തെക്ക് ഭാഗത്ത് എന്താണ് ഇവിടെ ഞാൻ ടൈപ്പ് ചെയ്തതിൽ ഇവിടെയും വടക്ക് കൊടുത്തു. അത് നിങ്ങൾ നോക്കണ്ട, ഞാനത് കൃത്യമായിട്ട് ഇവിടെ പറഞ്ഞു തന്നതുകൊണ്ട് പ്രശ്നമില്ല. ഇവിടെ തെക്കാണ് സംഭവം. സൗത്ത് രണ്ടിടത്തു കൂടെ വരില്ലല്ലോ, അത് ടൈപ്പ് ചെയ്തപ്പോൾ പ്രശ്നമാണ്. ഓക്കെ, അപ്പൊ തെക്ക് ഭാഗത്ത് അല്ലെങ്കിൽ സൗത്ത് ഭാഗത്തുള്ള തെക്കിന്റെ ഓമന പേരാണ് ദക്ഷിണം, ദക്ഷിണേന്ത്യ, ദക്ഷിണം. ഇത് നിങ്ങൾ പഠിച്ചു വെക്കണം. കാര്യം ഞാനിത് മാപ്പിലേക്ക് വരുമ്പോൾ നിങ്ങൾക്ക് ഒരുപാട് യൂസ് ആവും. ഈ ഓമന പേരുകളായിരിക്കും അവിടെ കൂടുതൽ നമ്മൾ വരുന്നത്. അപ്പം നോർത്ത് അല്ലെങ്കിൽ വടക്ക് വശത്തിന്റെ ഓമന പേരാണ് ഉത്തരം. താഴെ തെക്ക് വശമുണ്ട്, ആ തെക്ക് വശത്തിന്റെ ഓമന പേരാണ് ദക്ഷിണം. എന്താണ്? ദക്ഷിണം. പിന്നെ നമുക്ക് ഏതാ? നമ്മുടെ കിഴക്ക്. നമ്മുടെ വലതുഭാഗത്ത് കിഴക്കുണ്ട്, അതങ്ങനെ അങ്ങ് പഠിക്കാനാണ് ഞാൻ പറഞ്ഞത്. വലതുഭാഗത്ത് കിഴക്കുണ്ട്, ആ കിഴക്ക് അങ്ങനെയാണ് പഠിച്ചേക്കാനാണ് പറഞ്ഞത്. ഈ കിഴക്കിന്റെ ഓമന പേരാണെന്ന് പറയുന്നത് പൂർവം. നോക്കൂ, പൂർവം. ഈ പൂർവം അതുമായിട്ട് ബന്ധപ്പെട്ട് പൂർവാഞ്ചൽ എന്നൊരു മലയൊക്കെ ഉണ്ട്, മലനിരകളൊക്കെ ഉണ്ട്. അതൊക്കെ നമുക്ക് പഠിക്കാം. അതൊക്കെ അതിൻ്റെയൊക്കെ പേര് വന്നിരിക്കുന്നത് കിഴക്ക് വശത്തുള്ളത് കൊണ്ടാണ്. പൂർവാഞ്ചൽ, അത് പൂർവം. കിഴക്കിന്റെ ഓമന പേരാണെന്ത്? പൂർവം. സെറ്റാണോ? അങ്ങനെയെങ്കിൽ വെസ്റ്റ് അഥവാ പടിഞ്ഞാറിന്റെ ഓമന പേരെന്താണ്? ഇവിടെ കൊടുത്തിരിക്കുന്നു. എന്താണ്? പശ്ചിമം. പൂർവം. വെസ്റ്റ് അഥവാ പടിഞ്ഞാറിന്റെ ഓമന പേരാണ് പശ്ചിമം. ഇത് നിങ്ങൾ പഠിക്കണം. വളരെയധികം ബേസാണ്. കാരണം നമ്മൾ ഇനിയിപ്പോൾ അങ്ങോട്ട് മാപ്പൊക്കെ വെച്ചാണ് നമ്മൾ ക്ലാസ്സുകൾ സെറ്റ് ചെയ്യാൻ പോകുന്നത്. ഇങ്ങോട്ട് മുന്നോട്ടൊക്കെ പോകുമ്പോൾ ഇതൊക്കെ എന്താണ് ഞാൻ പറയാം. കണ്ടോ, മുഴുവൻ മാപ്പ് വെച്ച് നമ്മൾ പറയുമ്പോൾ ആ മാപ്പിന്റെ കിഴക്ക് വശത്തെന്ന് ഞാൻ പറയും, അല്ലെങ്കിൽ ഞാൻ പറയും പൂർവം എന്ന് പറയും. ചിലപ്പം പറയും വടക്ക് ഭാഗം, അല്ലെങ്കിൽ ഞാൻ ചിലപ്പോൾ വടക്കെന്ന് പറയില്ല, ഉത്തരമേഖല എന്ന് പറയും. ചിലപ്പം പറയും എന്താണ് തെക്ക്, അല്ലെങ്കിൽ പറയും എന്താണ് ദക്ഷിണ മേഖല എന്ന് പറയും, അല്ലെങ്കിൽ പറയും എന്താണ് പടിഞ്ഞാറ് മേഖല, അല്ലെങ്കിൽ ചിലപ്പോൾ ഞാൻ പടിഞ്ഞാറെന്ന് പറയില്ല, എന്ത് പറയും? എന്താ പറയാ? യെസ്, പശ്ചിമം എന്ന് പറയും.
പശ്ചിമം എന്ന് പറയും. അപ്പൊ ഈ വടക്കിന്റെ ഓമനപ്പേരാണ് ഉത്തരം. സൗത്ത് അഥവാ തെക്ക്, അതിന്റെ ഓമനപ്പേരാണ് ദക്ഷിണം. കിഴക്ക്, അതിന്റെ ഓമനപ്പേരാണ് പൂർവം. പടിഞ്ഞാറ്, അതിന്റെ ഓമനപ്പേരാണ് എന്ത്? പശ്ചിമം എന്ന് പറയുന്നത്. അതിന്റെ ഓമനപ്പേരാണ് പശ്ചിമം. പശ്ചിമ മേഖല, പശ്ചിമം. റെഡിയാണോ? സെറ്റ്. അപ്പൊ ഈ രീതിയിലാണ് നമ്മുടെ ദിശകൾ വരുന്നത്. ദിശകൾ ആദ്യം ഒന്ന് പഠിച്ചു വെക്കണം. അപ്പൊ അങ്ങനെയാണെങ്കിൽ ഞാൻ ഇത് നമ്മുടെ ഇന്ത്യ എവിടെയാണ്? നമ്മുടെ ലോക മാപ്പില് വേൾഡ് മാപ്പാണ് തന്നിരിക്കുന്നത്. ഇവിടെ ഇന്ത്യ എവിടെയാണ് എന്നുള്ളതാണ് നമ്മൾ ഈ വേൾഡ് മാപ്പിൽ നമ്മൾ കണ്ടുപിടിക്കാൻ പോകുന്നത്. ഇന്ത്യ ഇവിടെ ഇങ്ങനെ ഈ വേൾഡ് മാപ്പിൽ ഇവിടെ ഇന്ത്യ ഇങ്ങനെ നിപ്പുണ്ട്. ഈ ചുമല നിറത്തിൽ കാണിച്ചത് ഇന്ത്യ ആണ്. ഇന്ത്യ അവിടെ നിപ്പുണ്ട്. അപ്പൊ ഞാൻ അതിനു മുമ്പേ കുറച്ച് കാര്യങ്ങൾ നമ്മൾ പറയാം. നമ്മളുടെ ഈ വേൾഡ് മാപ്പ് നമ്മൾ നോക്കുമ്പോൾ നമ്മളുടെ ഈ വേൾഡ് മാപ്പിൽ നമ്മൾ ചില ഇമാജിനറി ലൈൻസുകളൊക്കെ നമ്മൾ ഇട്ടിട്ടുണ്ട്. ശരിക്കും ഇങ്ങനെ ഒരു ലൈൻ ഒന്നുമില്ല. നോക്കിയേ, കണ്ടോ? ഇങ്ങനെ താഴോട്ട് കുറെ വരകള്, നേരെ കുറെ വരകള്. എന്താണ്? ഇവര് കോളം വരച്ച് കളിച്ചതാണോ ഇത്? ഈ വരകൾ എന്താ സംഭവം? ഈ വരകള് നമുക്ക് അത്രയ്ക്ക് ഇമ്പോർട്ടന്റ് ആണ്. കാരണം എന്താന്ന് ചോദിച്ചാൽ, നമുക്ക് ആ മേഖല പറയുമ്പോൾ നമ്മളിപ്പോ ഈ കടലിലൊക്കെ പെട്ടുപോകുമ്പോൾ കൂടുതൽ തൊഴിലാളികളൊക്കെ ഉപയോഗിക്കുന്നത് ഈ വരകൾ വെച്ചാണ്. അവരുടെ ആ ഒരു ലൊക്കേഷൻ, ഈ കടലിലൊക്കെ ലൊക്കേഷൻ, നമുക്ക് കടലിൽ ചെന്ന് നമുക്ക് പറയാൻ പറ്റില്ല ഇന്ന ആളുടെ വീടിന്റെ ഇപ്പുറത്തെ വശത്താണെന്ന് പറയാൻ പറ്റില്ല കടലിലൊന്നും ചെന്ന്. അപ്പൊ കടലിലൊക്കെ നമ്മൾ എന്താണ്, നമ്മൾ ഈ ആ ഒരു ലൊക്കേഷൻ പറയുന്നത് എന്താണ്? അപ്പൊ നോക്കൂ, എന്താണ് ഞാൻ പറഞ്ഞു വന്നത്? യെസ്. അപ്പൊ ഇങ്ങനെയുള്ള ഒരുപാട് വരകളുണ്ട്, അതോടൊപ്പം തന്നെ ഇങ്ങനെയുള്ള വരകളുണ്ട്. അപ്പൊ നമ്മൾ കടലിൽ, അതാണ് ഞാൻ പറഞ്ഞു വന്നത്, കടലിലൊക്കെ നമ്മൾ പെട്ടുപോകുമ്പോൾ നമ്മൾ നമ്മളുടെ ആ ഒരു ലൊക്കേഷൻ പറയുന്നത് എന്താണ്? ഇന്ന രേഖയും എന്നൊക്കെ രീതിയിലുള്ള ലൊക്കേഷനാണ് പറയുന്നത്. ഞാനത് പറഞ്ഞു തരാം. അപ്പൊ ഇത് ശരിക്കും ഇങ്ങനെ ഒരു ലൈനൊക്കെ ഉണ്ടോ മാപ്പിലുണ്ട്? പക്ഷെ ശരിക്കും ഉണ്ടോ? ശരിക്കും ഒരു സ്ഥലത്ത് ഇങ്ങനെ വരയൊക്കെ ഉണ്ടോ? ഇല്ല. നമ്മളത് നമ്മളുടെ ഒരു കൺവീനിയൻസിന് വേണ്ടി നമ്മളൊരു ഇമാജിനറി ലൈൻസുകളാണത്. അതിന് പക്ഷെ ഒരുപാട് പ്രാധാന്യം ഉണ്ട് എന്നുള്ളതാണ്. അപ്പൊ നമ്മുടെ ഭൂമി, നമ്മുടെ ലോക മാപ്പ്, അപ്പൊ അതിൽ ഇങ്ങനെ ഒരുപാട് വരകളുണ്ട്. ഈ ലോക മാപ്പില് 2 തരത്തിലുള്ള വരകളാണ് ഉള്ളത്. ഒന്ന് ഹൊറിസോണ്ടൽ ആയിട്ടുള്ള വരകളുണ്ട്. ഇങ്ങനത്തെ വരകളുണ്ട്, ഹൊറിസോണ്ടൽ വരകളുണ്ട്. നമ്മുടെ മാപ്പിനകത്ത് നമ്മൾ കണ്ടില്ലേ, ഇങ്ങനെയുള്ള മാപ്പിനകത്ത് നമ്മൾ കണ്ടു ഇങ്ങനെയുള്ള ഒരുപാട് വരകളുണ്ട്. അപ്പൊ അങ്ങനെയുള്ള വരകളെയാണ് നമ്മൾ എന്ത് പറയുന്നത്? അക്ഷാംശരേഖ എന്ന് നമ്മൾ പറയുന്നത്. അക്ഷാംശരേഖ, അല്ലെങ്കിൽ നമ്മൾ പറയും ലാറ്റിറ്റ്യൂഡിനൽ ലൈൻസ് എന്ന് പറയും. ലാറ്റിറ്റ്യൂഡിനൽ ലൈൻസ്, അക്ഷാംശരേഖ, അല്ലെങ്കിൽ നമ്മൾ പറയും ലാറ്റിറ്റ്യൂഡിനൽ ലൈൻസ്. അക്ഷാംശരേഖ അല്ലെങ്കിൽ നമ്മൾ പറയും ലാറ്റിറ്റ്യൂഡിനൽ ലൈൻസ്. എന്താണ്? നമ്മളുടെ ലോകമാപ്പില് ഇങ്ങനെയുള്ള വരകളെയാണ് നമ്മൾ എന്ത് പറയുന്നത്? അക്ഷാംശരേഖ അല്ലെങ്കിൽ ലാറ്റിറ്റ്യൂഡിനൽ ലൈൻസ് എന്ന് പറയുന്നത്. ഇനിയും താഴോട്ടുള്ള വരകളുണ്ട്. എന്താണ്? വെർട്ടിക്കൽ ആയിട്ടുള്ള വരകളുണ്ട്. ഹൊറിസോണ്ടൽ ഉണ്ട്, വെർട്ടിക്കൽ ഉണ്ട്. വെർട്ടിക്കൽ ആയിട്ടുള്ള വരകളുണ്ട്. ഇങ്ങനെയുള്ള വരകളുണ്ട്. ഇങ്ങനെയുള്ള വരകളെ നമ്മൾ എന്താ പറയുക? രേഖാംശരേഖ എന്നാണ് നമ്മൾ പറയുന്നത്. ഇങ്ങനെയുള്ള വരകളെ നമ്മൾ രേഖാംശരേഖ അഥവാ നമ്മൾ പറയും താഴെ ഇങ്ങനെ നേരെ, അല്ലേ, നേർരേഖ എന്ന് ഓർത്താൽ മതി. അതായത് നേരെ ഇങ്ങനെയുള്ളത് എന്താണ്? രേഖാംശരേഖയാണ്. അല്ലെങ്കിൽ ഇതിനെ നമ്മൾ പറയുന്നതാണ് ലോഞ്ചിറ്റ്യൂഡിനൽ ലൈൻസ് എന്ന്. ലോഞ്ചിറ്റ്യൂഡല്ല, ലോഞ്ചിറ്റ്യൂഡിനൽ ലൈൻസ്. അപ്പോൾ അക്ഷാംശരേഖയും രേഖാംശരേഖയും നിങ്ങൾക്ക് ക്ലിയർ ആണോ? ഇത് വളരെ ഇമ്പോർട്ടന്റ് ആണ്. അക്ഷാംശരേഖ എന്ന് പറഞ്ഞാൽ ഹൊറിസോണ്ടൽ, രേഖാംശരേഖ എന്ന് പറഞ്ഞാൽ എന്താണ്? വെർട്ടിക്കൽ. രേഖാംശരേഖ ഇങ്ങനെയുള്ള വരകളാണ് രേഖാംശരേഖ. എന്താണ്? രേഖാംശരേഖ. താഴോട്ട് ഇങ്ങനെ വരയ്ക്കുന്നതാണ് രേഖാംശരേഖ അല്ലെങ്കിൽ ലോഞ്ചിറ്റ്യൂഡിനൽ ലൈൻസ് എന്ന് പറയുന്നത്. അപ്പൊ നമ്മുടെ ഭൂമിയെ നമ്മൾ 2ആയിട്ടൊക്കെ ഡിവൈഡ് ചെയ്യുമ്പോൾ 0 ഡിഗ്രി അല്ലെങ്കിൽ 0 ഡിഗ്രി അക്ഷാംശ രേഖ, 0 ഡിഗ്രി അക്ഷാംശ രേഖയുണ്ട്. 0 ഡിഗ്രി ഞാൻ പറഞ്ഞു, ഇങ്ങനെയുള്ള വരകളെ നമ്മൾ എന്താ പറയുക?
ഹൊറിസോണ്ടൽ ആയിട്ടുള്ള വരകളെ നമ്മൾ എന്താ പറയുക? അക്ഷാംശ രേഖ എന്നല്ലേ നമ്മൾ പറയുന്നത്. നമ്മൾ അക്ഷാംശ രേഖ എന്നാണ് പറയുന്നത്. അപ്പൊ 0° അക്ഷാംശ രേഖയെ നമ്മൾ പറയുന്നതാണ് 0° അക്ഷാംശ രേഖയെ നമ്മൾ പറയുന്നതാണ് ഭൂമധ്യരേഖ എന്ന് പറയുന്നത്. ഇക്വേറ്റർ എന്നൊക്കെ നമ്മൾ പറയും. ഇക്വേറ്റർ, ഇവിടെ ഇക്വേറ്റർ ഒക്കെ കാണിക്കുന്നുണ്ട്. അതായത് എന്താ സംഭവം? ഭൂമധ്യരേഖ. ഭൂമധ്യരേഖ, നമ്മൾ ഈ ഭൂമിയെ രണ്ടാക്കി, മധ്യത്തിൽ വെച്ച് രണ്ടാക്കി, ഭൂമധ്യരേഖ. അപ്പൊ ഭൂമധ്യരേഖ എന്ന് പറഞ്ഞാൽ 0° എന്താണ് അക്ഷാംശ രേഖയാണ്, ലാറ്റിറ്റ്യൂഡിനൽ ലൈൻ അല്ലെ. 0° അക്ഷാംശ രേഖയാണ് നമ്മളുടെ ഭൂമധ്യരേഖ എന്ന് പറയുന്നത്. അപ്പൊ ഈ ഭൂമധ്യരേഖയിലെ എവിടെയാണ് നമ്മൾ അക്ഷാംശ രേഖ എടുത്തു നോക്കുമ്പോൾ, ഈ അക്ഷാംശ രേഖയില് ഏതാണ് നമ്മുടെ വടക്ക് ഭാഗം, അല്ലെങ്കിൽ വടക്ക് ഭാഗത്തിന്റെ ഓമനപ്പേര് എന്താണ്? വടക്ക് ഭാഗത്തിന് ഒരു ഓമനപ്പേരുണ്ടല്ലോ, എന്താ അത്? ഉത്തരം അല്ലെ. അപ്പൊ ഉത്തരാർദ്ധ ഗോളത്തിലാണ് നമ്മുടെ ഇന്ത്യ ഇരിക്കുന്നത്. ഇവിടെയല്ലേടാ ഇന്ത്യ, ഇവിടെയല്ലേ ഇന്ത്യ. അപ്പൊ ഇത് വടക്ക്, ഇത് തെക്ക്, കിഴക്ക്, പടിഞ്ഞാറ്. അപ്പൊ നമ്മള് ഭൂമിയെ നമ്മൾ എന്താണ് ഭൂമധ്യരേഖ വെച്ച് നോക്കുമ്പോൾ, 0° അക്ഷാംശ രേഖ വെച്ച് നോക്കുമ്പോൾ എവിടെയാണ് ഇന്ത്യ? ഇന്ത്യ എന്ന് പറഞ്ഞാൽ ഉത്തരത്തിലാണ്, വടക്ക് ഭാഗത്താണ്. അപ്പൊ ഉത്തരാർദ്ധ ഗോളത്തിലാണ് നമ്മളുടെ ഇന്ത്യ നിൽക്കുന്നത്. എവിടെയാണ്? ഉത്തരാർദ്ധ ഗോളത്തിലാണ്. അപ്പൊ ഇന്ത്യയിലൂടെ പോകുന്ന, ഇവിടെയാണല്ലോ ഇന്ത്യ, ചുവപ്പ് കാണിച്ചിരിക്കുന്നതാണ് ഇന്ത്യ. അപ്പൊ ഇന്ത്യയിലൂടെ പോകുന്ന അക്ഷാംശ രേഖകൾ, എവിടെ, ഏത് ദിശയിലേക്കാണ്? ഇന്ത്യയിലൂടെ പോകുന്ന അക്ഷാംശ രേഖ ഇന്ത്യയിൽ വടക്ക് ദിശയിലാണ്. വടക്ക് ദിശ, അതായത് മുകളിലല്ലേ, മുകളിൽ വടക്ക്, തെക്ക്, കിഴക്ക്, പടിഞ്ഞാറ്. അപ്പം വടക്ക് ദിശയിലാണ് നമ്മളുടെ എന്തെന്ന് പറയുന്നത്? നമ്മുടെ അക്ഷാംശ രേഖ എന്ന് പറയുന്നത്. അക്ഷാംശ രേഖ ഇങ്ങനെ പോകുന്ന വരകൾ വടക്കിലാണ്. അതായത് ഇന്ത്യയില് അക്ഷാംശ രേഖ പോകുന്നത് വടക്ക് ഭാഗത്താണ്. റെഡിയാണല്ലോ. അപ്പൊ നമ്മുടെ ഭൂമധ്യരേഖയെ വെച്ച് നോക്കുമ്പോൾ നമ്മൾ 0° അക്ഷാംശ രേഖയാണ് ഭൂമധ്യരേഖ എന്ന് പറയുന്നത് നമ്മൾ പഠിച്ചു. ഇന്ത്യ അക്ഷാംശ രേഖയിൽ, നമ്മൾ ഭൂമധ്യരേഖയിൽ വെച്ച് നോക്കുമ്പോൾ ഇന്ത്യ എവിടെയാണ്? ഭൂമധ്യരേഖയിൽ വെച്ച് നോക്കുമ്പോൾ ഇന്ത്യ വടക്ക് ഭാഗത്താണ്, ഉത്തരാർദ്ധ ഗോളത്തിലാണ്. അപ്പൊ ഉത്തരാർദ്ധ ഗോളത്തിലല്ലേ ഇന്ത്യ വരുന്നത്? വേൾഡ് മാപ്പിൽ ഉത്തരാർദ്ധ ഗോളത്തിലാണ് ഇന്ത്യ അക്ഷാംശ രേഖ പരിഗണിക്കുമ്പോൾ. ഇനി അക്ഷാംശ രേഖയുമുണ്ട്, ഞാൻ പറഞ്ഞു. മറ്റൊന്ന് എന്താണ്? രേഖാംശ രേഖ. താഴോട്ടൊരു വര കൊടുത്താൽ നമ്മൾ ഈ ഭൂമിയെ വീണ്ടും നമുക്ക് രണ്ടാക്കാം. ഇതാണ് രേഖാംശ രേഖ. നമ്മൾ ഭൂമിയെ നമ്മളിങ്ങനെ നേരെ ഭൂമിയിൽ നമ്മളെ വേൾഡ് മാപ്പിൽ നേരെ ഒരു വര വരച്ചാൽ അതാണ് രേഖാംശ രേഖ. അപ്പൊ ഈ രേഖാംശ രേഖ എന്ന് പറഞ്ഞാൽ 0° രേഖാംശ രേഖയെ നമ്മൾ എന്താ പറയുന്നതെന്ന് അറിയാവോ? 0° അക്ഷാംശ രേഖയെ അഥവാ ലാറ്റിറ്റ്യൂഡിനൽ ലൈൻ, 0° അക്ഷാംശ രേഖയെ നമ്മൾ വിളിച്ചു ഭൂമധ്യരേഖ എന്ന്. അങ്ങനെയെങ്കിൽ ഞാൻ ചോദിച്ചോട്ടെ, 0° രേഖാംശ രേഖയെ നമ്മൾ എന്ത് പറയും? 0° രേഖാംശ രേഖ. അതിനെയാണ് നമ്മൾ ഗ്രീൻവിച്ച് രേഖ, അല്ലെങ്കിൽ മാനക രേഖാംശ, അല്ലെങ്കിൽ എന്താണ് പ്രൈം മെറിഡിയൻ. ഇപ്പൊ ഗ്രീനിച്ച് രേഖ എന്ന് നിങ്ങൾ പഠിച്ചാൽ മതി. ഇതൊന്നും നിങ്ങൾ പഠിക്കേണ്ട കാര്യമില്ല. ഗ്രീനിച്ച് രേഖ വെറുതെ എന്താണ് അല്ലെ, ഗ്രീനിച്ച് രേഖ. പ്രൈം മെറിഡിയൻ ഇംഗ്ലീഷ് ആണല്ലോ, അത് അവിടെ കിടക്കട്ടെ. ഗ്രീനിച്ച് രേഖ എന്താണ് നമ്മൾ പഠിക്കേണ്ടത്? ഗ്രീനിച്ച് രേഖ. അപ്പൊ 0° രേഖാംശ രേഖയാണ്. എന്താണ്, നമ്മൾ വേൾഡിനെ എടുത്ത് നമ്മൾ നേരെ താഴേക്ക് കറക്റ്റ് ഡിവൈഡ് ചെയ്തു. അതായത് 0° രേഖാംശ രേഖ. അപ്പൊ ആ 0° രേഖാംശ രേഖയെ നമ്മൾ പറയുന്ന പേരാണ് ഗ്രീനിച്ച് രേഖ. റെഡിയാണല്ലോ. അപ്പം ഗ്രീനിച്ച് രേഖ, അല്ലെങ്കിൽ നമ്മൾ പറയാം 0° രേഖാംശ രേഖ അല്ലെങ്കിൽ ഗ്രീനിച്ച് രേഖ കൊണ്ട് നമ്മളുടെ വേൾഡിനെ നമ്മൾ രണ്ടാക്കുമ്പോൾ എവിടെയാ ഇന്ത്യ? ഇന്ത്യ കിഴക്ക് ഭാഗത്തല്ലേടാ. ഇന്ത്യ എവിടെയാ? കിഴക്ക് ഭാഗത്തല്ലേ. അപ്പൊ കിഴക്കൻ അർദ്ധഗോളത്തിലാണ് ഇന്ത്യ. ഇവിടെ കിഴക്ക്, ഒന്നുകൂടെ ഞാൻ പറയുന്നു, ഇവിടെ കിഴക്ക്, തെക്ക്, വടക്ക്, തെക്ക്, പടിഞ്ഞാറ്. അപ്പൊ കിഴക്ക് ഭാഗത്തല്ലേ ഇന്ത്യ വരുന്നത്. നിങ്ങൾക്കത് കിട്ടിയിട്ടുണ്ട്. അപ്പൊ എന്താണ്? കിഴക്കൻ അർദ്ധഗോളത്തിൽ. അപ്പൊ നമ്മൾ 2 രേഖകൾ വെച്ച് പറഞ്ഞു. ഒന്നാമത് ഏത് രേഖയായിരുന്നു? അക്ഷാംശ രേഖ.
അപ്പൊ അക്ഷാംശ രേഖയിൽ 0° അക്ഷാംശ രേഖ ഭൂമധ്യരേഖ. ഭൂമധ്യരേഖ വെച്ച് നോക്കുമ്പോൾ ഇന്ത്യ എവിടെയാണ്? ഇന്ത്യ എവിടെയാണ്? ഉത്തരാർദ്ധഗോളത്തില്. ഇനി അല്ല, രേഖാംശ രേഖ 0° രേഖാംശ രേഖ ഗ്രീനിച്ച് രേഖ വെച്ച് നോക്കുമ്പോൾ ഇന്ത്യ എവിടെയാണ്? ഇന്ത്യ കിഴക്കൻ അർദ്ധഗോളത്തിലാണ്. കിഴക്കൻ അർദ്ധഗോളം. അപ്പം ഉത്തരാർദ്ധഗോളവും കിഴക്കൻ അർദ്ധഗോളവും, ഉത്തരാർദ്ധഗോളവും കിഴക്കൻ അർദ്ധഗോളവും. ഇതാ സംഭവം നോക്കി. ഇന്ത്യ സ്ഥിതി ചെയ്യുന്ന അർദ്ധഗോളം രണ്ട് രേഖകളുണ്ടല്ലോ, അക്ഷാംശ രേഖയും ഇങ്ങനെയുള്ള അക്ഷാംശ രേഖയും ഇങ്ങനെയുള്ള രേഖാംശ രേഖയും വെച്ച് നോക്കുമ്പോൾ ഇന്ത്യ സ്ഥിതി ചെയ്യുന്ന അർദ്ധഗോളം ഉത്തരാർദ്ധഗോളവും കിഴക്കൻ അർദ്ധഗോളവുമാണ്. ഏതൊക്കെയാണ്? ഉത്തരാർദ്ധഗോളവും കിഴക്കൻ അർദ്ധഗോളവും. ഉത്തരാർദ്ധഗോളം, കിഴക്കൻ അർദ്ധഗോളം. അപ്പൊ ഇങ്ങനെയുള്ളൊരു ചോദ്യം, അതായത് ഇന്ത്യ സ്ഥിതി ചെയ്യുന്ന അർദ്ധഗോളം എന്ന് ചോദിച്ചാൽ, ഇന്ത്യ സ്ഥിതി ചെയ്യുന്ന അർദ്ധഗോളം എന്ന് ചോദിച്ചാൽ അതെവിടെയാണ്? അത് ഉത്തരാർദ്ധഗോളവും കിഴക്കൻ അർദ്ധഗോളവുമാണ്. ഉത്തരാർദ്ധഗോളവും കിഴക്കൻ അർദ്ധഗോളവും. അത് ഞാൻ സിമ്പിൾ ആയിട്ട് നിങ്ങൾക്ക് പറഞ്ഞു തന്നു. ആ മാപ്പ് വെച്ച് തന്നെ നമ്മൾ പറഞ്ഞു വന്നു. ആ മാപ്പ് വെച്ച് തന്നെ പറയുമ്പോൾ അത് സിമ്പിൾ ആണ്. ഇങ്ങനെ ഡിവൈഡ് ചെയ്യുന്നു. അപ്പം എവിടെയാണ്? ഉത്തരാർദ്ധ മേഖലയിൽ. ഇനി നമ്മുടെ രേഖാംശ രേഖ വെച്ച് ഡിവൈഡ് ചെയ്യുമ്പോൾ കിഴക്ക് ഭാഗത്താണ് കിഴക്കൻ അർദ്ധഗോളം. അപ്പോൾ ഉത്തരാർദ്ധഗോളത്തില് കിഴക്കൻ അർദ്ധഗോളം. ഇതാണ് ഇന്ത്യ സ്ഥിതി ചെയ്യുന്ന അർദ്ധഗോളം എന്ന് പറയുന്നത്. ഇനി ഇന്ത്യ സ്ഥിതി ചെയ്യുന്ന ഭൂഖണ്ഡം എന്താണ്? ഇന്ത്യ സ്ഥിതി ചെയ്യുന്ന ഭൂഖണ്ഡം ഏഷ്യൻ ഭൂഖണ്ഡമാണ്, അല്ലെ? ആണ്, ഏഷ്യൻ ആണ്. അപ്പൊ ഇന്ത്യ സ്ഥിതി ചെയ്യുന്ന ഭൂഖണ്ഡം ഏഷ്യയാണ്. ഇന്ത്യ സ്ഥിതി ചെയ്യുന്ന ഉപഭൂഖണ്ഡം ഇന്ത്യൻ ഉപഭൂഖണ്ഡം. ഈ ഉപഭൂഖണ്ഡം എന്താ? ഇതൊക്കെ നമുക്ക് പഠിക്കാം, മുന്നോട്ട് പോകുമ്പോൾ നമുക്ക് പഠിക്കാം. റെഡി ആണല്ലോ? അപ്പൊ എന്താണ്? മുന്നോട്ട് പോകുമ്പോൾ നമുക്ക് ഈ ഉപഭൂഖണ്ഡമൊക്കെ നമുക്ക് പഠിക്കാം. നമുക്ക് ക്ലാസ്സിലോട്ട് വരുമ്പോൾ നമുക്ക് സെറ്റാക്കാം. ഇപ്പൊ നോക്കടാ, ഇത് നമ്മൾ പറഞ്ഞു നമ്മുടെ ഇന്ത്യ സ്ഥിതി ചെയ്യുന്ന ഭൂഖണ്ഡം എന്ന് പറയുന്നത് ഏഷ്യയാണ്. അപ്പൊ ഏഷ്യയെ വെച്ച് നോക്കുമ്പോൾ എവിടെയാ ഇന്ത്യ? ഏഷ്യയെ വെച്ച് നോക്കുക, നിങ്ങൾ നോക്കുക. ഏഷ്യയെ വെച്ച് നോക്കുമ്പോൾ ഇന്ത്യ എവിടെയാ? ഇന്ത്യ തെക്ക് ഭാഗത്തല്ലേ? അപ്പം നമ്മുടെ ഏഷ്യയിലെ തെക്ക് ഭാഗത്ത് നമ്മുടെ ഇന്ത്യ എവിടെയാണ്? ഏഷ്യയുണ്ട്. ആ ഏഷ്യയുടെ തെക്ക് ഭാഗത്താണ് ഇന്ത്യ വരുന്നത്. അപ്പൊ തെക്കേ ഏഷ്യൻ രാജ്യമാണ് ഇന്ത്യ എന്ന് പറയുന്നത്. തെക്കേ ഏഷ്യൻ രാജ്യമാണ് ഇന്ത്യ. ഏഷ്യയെ വെച്ച് നോക്കുമ്പോൾ ഏഷ്യയുടെ താഴെ എന്ന് പറഞ്ഞാൽ എന്താ? തെക്ക്. അപ്പം ഏഷ്യയുടെ തെക്ക് ഭാഗത്ത്, അതുകൊണ്ട് തെക്കേ ഏഷ്യൻ രാജ്യം. അപ്പൊ തെക്കേ ഏഷ്യൻ രാജ്യമാണ് എന്തെന്ന് പറയുന്നത്? ഇന്ത്യ എന്ന് പറയുന്നത്. പഠിച്ചോ? തെക്കേ ഏഷ്യൻ രാജ്യമാണ് ഇന്ത്യ. തെക്കേ ഏഷ്യൻ, അതായത് ഏഷ്യയുണ്ട്. ആ ഏഷ്യയുടെ തെക്ക് ഭാഗത്ത്, ഏഷ്യയുടെ തെക്ക് ഭാഗത്ത് തെക്കേ ഏഷ്യൻ രാജ്യമാണ് ഇന്ത്യ എന്ന് പറയുന്നത്. ഇനി നമ്മൾ ഉപഭൂഖണ്ഡത്തിലേക്ക് കിടക്കുകയാണ്. ഈ ഉപഭൂഖണ്ഡം എന്ന് പറഞ്ഞാല് എന്താ സംഭവം? അത് ഞാൻ ആദ്യം ഒന്ന് പറയാം. ഉപഭൂഖണ്ഡം എന്താണ് എന്ന് പറയുന്നത്. ഇന്ത്യ സ്ഥിതി ചെയ്യുന്ന ഭൂഖണ്ഡം ഏഷ്യയല്ലേ? അപ്പൊ ഈ ഉപഭൂഖണ്ഡം എന്ന് പറഞ്ഞാല് ഏഷ്യയിലെ മറ്റു രാജ്യങ്ങളിൽ നിന്ന് വ്യത്യസ്തമായ പ്രദേശം. ഏഷ്യയിലെ മറ്റു രാജ്യങ്ങളെല്ലാം വെച്ച് നോക്കുമ്പോൾ ഏഷ്യയിലെ മറ്റ് രാജ്യങ്ങളിൽ നിന്ന് വ്യത്യസ്തമായ ഏഷ്യയിലെ മറ്റ് രാജ്യങ്ങളിൽ നിന്ന് വ്യത്യസ്തമായിട്ടുള്ള പ്രദേശത്തെയാണ് നമ്മൾ ഉപഭൂഖണ്ഡം എന്ന് പറയുന്നത്. അപ്പൊ എങ്ങനെ അത് വ്യത്യസ്തമാവുന്നു? പല രീതി അവിടെ ഫാക്ടർ ഉണ്ട്. കാലാവസ്ഥയിൽ വ്യത്യസ്തം, ഭൂപ്രകൃതി, സംസ്കാരം, മനുഷ്യർ, ഭാഷ, സസ്യജന്തുക്കൾ, അല്ലെ? അപ്പൊ ഈ കാലാവസ്ഥയിലും ഭൂപ്രകൃതിയിലും സംസ്കാരത്തിലും മനുഷ്യർ, ഭാഷ, സസ്യജന്തുക്കൾ, ഇതെല്ലാം വെച്ച് നോക്കുമ്പോൾ മറ്റ് ഏഷ്യൻ രാജ്യങ്ങളിൽ നിന്നും വ്യത്യസ്തമായ പ്രദേശങ്ങളെയാണ് മറ്റ് ഏഷ്യൻ രാജ്യങ്ങളിൽ നിന്ന് വ്യത്യസ്തമായ പ്രദേശത്തെയാണ് നമ്മൾ ഇന്ത്യൻ ഉപഭൂഖണ്ഡം എന്ന് പറയുന്നത്. അതായത് മറ്റ് ഏഷ്യൻ രാജ്യങ്ങൾ വെച്ച് നോക്കുമ്പോൾ ഈ ഉപഭൂഖണ്ഡത്തിലെ കാലാവസ്ഥ വ്യത്യസ്തമാണ്, മനുഷ്യർ വ്യത്യസ്തമാണ്, ഭാഷ വ്യത്യസ്തമാണ്, ഭൂപ്രകൃതി വ്യത്യസ്തമാണ്, സസ്യജന്തുക്കൾ വ്യത്യസ്തമാണ്. അപ്പൊ അതാണ് സംഭവം. അപ്പൊ മറ്റ് ഏഷ്യൻ രാജ്യങ്ങളിൽ നിന്ന്
എന്താണ്, മറ്റ് ഏഷ്യൻ രാജ്യങ്ങളിൽ നിന്ന് വ്യത്യസ്തമായ പ്രദേശമാണ് ഉപഭൂഖണ്ഡം. അത്രയും നിങ്ങൾക്ക് റെഡിയാണല്ലോ. എന്താ, മറ്റ് ഏഷ്യൻ രാജ്യങ്ങളുണ്ട്, പക്ഷെ അവിടെ നിന്നൊക്കെ വ്യത്യസ്തമായിട്ടുള്ള കുറേ കാര്യങ്ങൾ, കാലാവസ്ഥയിലും വ്യത്യസ്തം, ഭൂപ്രകൃതിയിൽ വ്യത്യസ്തം, മനുഷ്യർ, ഭാഷ, ഇതിലെല്ലാം വ്യത്യസ്തമായിട്ടുള്ള പ്രദേശമാണ് നമ്മൾ ഉപഭൂഖണ്ഡം എന്ന് പറയുന്നത്. അപ്പൊ അങ്ങനെയുള്ളതിനെയാണ് നമ്മൾ ഇന്ത്യൻ ഉപഭൂഖണ്ഡം എന്ന് പറയുന്നത്. ഈ ഇന്ത്യൻ ഉപഭൂഖണ്ഡം നോക്കൂ, ഇന്ത്യൻ ഉപഭൂഖണ്ഡത്തിൽ ഉൾപ്പെട്ട രാജ്യങ്ങൾ 7 രാജ്യങ്ങളുണ്ട്. 7 രാജ്യങ്ങളുണ്ട്. നമ്മുടെ അയൽ രാജ്യങ്ങളെല്ലാം ഇല്ല, 3 അയൽ രാജ്യങ്ങൾ ഒഴിച്ചു ബാക്കി എല്ലാവരും ഉണ്ട്. അപ്പോൾ ഇന്ത്യൻ ഉപഭൂഖണ്ഡത്തിലെ 7 രാജ്യങ്ങളാണ്. അതിൽ ഏറ്റവും വലിയ, അതായത് ഇന്ത്യൻ ഉപഭൂഖണ്ഡത്തിൽ ഏറ്റവും വലിയ രാജ്യമാണ് ഇന്ത്യ. ഈ വലുത് എന്നിവിടെ ഇട്ടിരിക്കുന്നത് എന്താണ്, വലിയ രാജ്യമാണ് ഇന്ത്യ എന്നാണ്. ഇന്ത്യൻ ഉപഭൂഖണ്ഡം എടുത്തു നോക്കുമ്പോൾ അതിൽ 7 രാജ്യങ്ങളുണ്ടല്ലോ, ആ 7 രാജ്യങ്ങളിൽ ഏറ്റവും വലുത് ഇന്ത്യ. പിന്നെ പാകിസ്ഥാൻ ഉണ്ട്, നേപ്പാൾ ഉപഭൂഖണ്ഡത്തിലെ രാജ്യമാണ്, ഉപഭൂഖണ്ഡത്തിൽ ഉൾപ്പെട്ട രാജ്യമാണ് പാകിസ്ഥാന്, നേപ്പാള്, ഭൂട്ടാന്, പാകിസ്ഥാന്, നേപ്പാള്, ഭൂട്ടാന്, ബംഗ്ലാദേശ്, ശ്രീലങ്ക, മാൽദീവ്സ് എന്ന് പറയുന്നത് ഏറ്റവും ചെറിയ രാജ്യമാണ് കേട്ടോ. ഇന്ത്യൻ ഉപഭൂഖണ്ഡത്തിൽ ഉൾപ്പെട്ട ഏറ്റവും ചെറിയ രാജ്യമാണ്, ഏറ്റവും ചെറുതാണ്. ഏറ്റവും ചെറുതാണ് മാലിദ്വീപ്. റെഡിയാണല്ലോ. മാൽദീവ്സിന്റെ ഒക്കെ പടം ഞാൻ കാണിച്ചു തരാമേ. ചെറുതാണെന്ന് പറയാൻ കാരണം എന്താണെന്നൊക്കെ ഞാൻ പറയാം. അപ്പൊ ഇതാണ് ഇന്ത്യൻ ഉപഭൂഖണ്ഡം. അപ്പൊ ഇന്ത്യൻ ഉപഭൂഖണ്ഡം എന്ന് പറഞ്ഞാൽ മറ്റ് ഏഷ്യൻ രാജ്യങ്ങളിൽ നിന്ന് വ്യത്യസ്തമായിട്ടുള്ള പ്രദേശമാണ് ഇന്ത്യൻ ഉപഭൂഖണ്ഡത്തിൽ ഉൾപ്പെട്ട രാജ്യങ്ങൾ 7. അതിൽ ഏറ്റവും വലിയ രാജ്യം ഇന്ത്യയാണ്. ഏറ്റവും ചെറിയ രാജ്യം എന്താണ്, മാലിദ്വീപാണ്. പിന്നെ അത് കൂടാതെ പാകിസ്ഥാൻ ഉണ്ട്, അതോടൊപ്പം തന്നെ ബംഗ്ലാദേശ്, ശ്രീലങ്ക, ഭൂട്ടാൻ, നേപ്പാള് തുടങ്ങിയ രാജ്യങ്ങൾ, 7 രാജ്യങ്ങളാണുള്ളത്. അതായത് ഇന്ത്യയുടെ അയൽ രാജ്യങ്ങൾ നമ്മൾ എടുത്തു നോക്കുമ്പോൾ, നിങ്ങൾ ഇന്ത്യൻ മാപ്പൊക്കെ എടുത്ത് നോക്കുമ്പോൾ ഇന്ത്യയിലെ അയൽ രാജ്യങ്ങളുണ്ട്. ആ അയൽ രാജ്യങ്ങളിൽ എല്ലാം ഒന്നും ഇന്ത്യൻ ഉപഭൂഖണ്ഡത്തിൽ ഉൾപ്പെട്ടിട്ടില്ല, 3 ആളുകൾ ഒഴിച്ചു ബാക്കി എല്ലാവരും. അതായത് നമ്മുടെ ഇന്ത്യ മാപ്പ് നിങ്ങൾ നോക്കുമ്പോൾ നമ്മുടെ അയൽ രാജ്യം, ഇന്ത്യൻ മാപ്പാണ്, ഞാൻ ജസ്റ്റ് ഒന്ന് ട്രൈ ചെയ്താണ്, അത് ഒത്തില്ല എന്ന് എനിക്കറിയാം, ഞാൻ വായിക്കുന്നു. ഇന്ത്യൻ ഉപഭൂഖണ്ഡത്തിൽ ഉൾപ്പെടാത്ത രാജ്യം, ഇത് ഞാൻ ഇങ്ങനെ കൊടുത്തത്, ഇന്ത്യൻ ഉപഭൂഖണ്ഡത്തിൽ ഉൾപ്പെട്ട രാജ്യങ്ങൾ നിങ്ങൾ പഠിക്കണമെങ്കിൽ 7 രാജ്യങ്ങൾ നിങ്ങൾ പഠിക്കണം. പാകിസ്ഥാൻ, ബംഗ്ലാദേശ്, ശ്രീലങ്ക, ഭൂട്ടാൻ, നേപ്പാൾ എന്നിങ്ങനെ 7 രാജ്യങ്ങൾ നിങ്ങൾ പഠിക്കണം. പക്ഷേ ഇന്ത്യൻ ഉപഭൂഖണ്ഡത്തിൽ ഉൾപ്പെടാത്ത രാജ്യം നിങ്ങൾ 3 പഠിച്ചാൽ മതി. അതായത് നമ്മൾ അയൽ രാജ്യത്തിലും 3 രാജ്യം ഒഴിച്ചു ബാക്കി എല്ലാ രാജ്യങ്ങളും ഇന്ത്യൻ ഉപഭൂഖണ്ഡത്തിൽ ഉൾപ്പെട്ടിട്ടുണ്ട്. ആ 3 രാജ്യങ്ങൾ ഏതൊക്കെയാണ് ഉൾപ്പെടാത്തത്? ചൈന നമ്മുടെ ഇന്ത്യൻ ഉപഭൂഖണ്ഡത്തിൽ ഉൾപ്പെട്ടിട്ടില്ല, ചൈന. അഫ്ഗാനിസ്ഥാൻ ഇന്ത്യൻ ഉപഭൂഖണ്ഡത്തിൽ ഉൾപ്പെട്ടിട്ടില്ല. പിന്നെ മ്യാൻമറും എന്താണ്, ഇന്ത്യൻ ഉപഭൂഖണ്ഡത്തിൽ ഉൾപ്പെട്ടിട്ടില്ല. അപ്പൊ ചൈന, അഫ്ഗാനിസ്ഥാൻ, മ്യാൻമർ, ഇത് 3 എന്താണ്, ഇത് 3 ഇന്ത്യൻ ഉപഭൂഖണ്ഡത്തിൽ ഉൾപ്പെടാത്ത രാജ്യമാണ്. അപ്പൊ ഉൾപ്പെടാത്തത് നിങ്ങൾ പഠിച്ചാൽ മതി. ഉൾപ്പെടാത്തത് അങ്ങ് പഠിച്ചു വെക്കുക. കാരണം ഉൾപ്പെട്ടത് 7 ഉണ്ട്. അപ്പൊ ആ 7 നിങ്ങൾക്ക് 7 ഓർത്തിരിക്കാൻ പാടാണ്. അപ്പൊ ഉൾപ്പെടാത്തത് ഇവ 3 അങ്ങ് ഓർത്താൽ മതി. ബാക്കി എല്ലാ അയൽ രാജ്യങ്ങളും ഇന്ത്യൻ ഉപഭൂഖണ്ഡത്തിൽ ഉൾപ്പെട്ടതാണ്. എന്താണ്, ബാക്കി എല്ലാ അയൽ രാജ്യങ്ങളും ഇന്ത്യൻ ഉപഭൂഖണ്ഡത്തിൽ ഉൾപ്പെട്ടതാണ്. ഏത്? ചൈന, അഫ്ഗാനിസ്ഥാൻ, മ്യാൻമർ, ഇത് 3 ഒഴിച്ച്. എന്താണ്, ചൈന, അഫ്ഗാനിസ്ഥാൻ, മ്യാൻമർ ഒഴിച്ച്, ഈ 3 രാജ്യങ്ങൾ ഒഴിച്ച് ബാക്കി എല്ലാ രാജ്യങ്ങളും എന്താണ്, ഇന്ത്യൻ ഉപഭൂഖണ്ഡത്തിൽ ഉൾപ്പെട്ടതാണ്. ഇത് 3 ഉൾപ്പെട്ടിട്ടില്ല. റെഡിയാണല്ലോ. ഇത് 3 ഉൾപ്പെട്ടിട്ടില്ല. ചൈന, അഫ്ഗാനിസ്ഥാൻ, മ്യാൻമർ എന്ന 3 രാജ്യങ്ങൾ ഇന്ത്യൻ ഉപഭൂഖണ്ഡത്തിൽ എന്താണ്, ഉൾപ്പെട്ടിട്ടില്ല എന്നുള്ളതാണ്. റെഡിയാണല്ലോ, സെറ്റാണല്ലോ. യെസ്. അപ്പൊ ഇവര് 3 എന്താണ്, ഇന്ത്യൻ ഉപഭൂഖണ്ഡത്തിൽ ഉൾപ്പെട്ടിട്ടില്ല. റെഡിയാണല്ലോ. അപ്പൊ നമ്മളിതാ നോക്കൂ, നേരെ നമ്മൾ എന്താണ്, ഇന്ത്യൻ ഉപഭൂഖണ്ഡം അതിർത്തിയിലേക്ക് നമ്മൾ നേരെ പോവുകയാണ്. ഇന്ത്യൻ ഉപഭൂഖണ്ഡം അതിർത്തിയിലേക്ക് പോകുമ്പോൾ നോക്കിക്കോളൂ, ഇന്ത്യൻ ഉപഭൂഖണ്ഡം അതിർത്തിയിലേക്ക് പോകുമ്പോൾ നമ്മൾ പഠിച്ചു എന്താണ്, 7 രാജ്യങ്ങളുണ്ട്. 7 രാജ്യങ്ങൾ എന്താണ്, നമ്മുടെ ഇന്ത്യൻ ഉപഭൂഖണ്ഡത്തിൽ ഉൾപ്പെട്ട 7 രാജ്യങ്ങളുണ്ട്. ആ 7 രാജ്യങ്ങളിൽ നമ്മൾ ഈ ഉപഭൂഖണ്ഡത്തിന്റെ അതിർത്തി, ഇന്ത്യൻ ഉപഭൂഖണ്ഡത്തിന്റെ അതിർത്തി നമ്മളൊന്ന് പറയാനായിട്ട് പോവാണ്.
ഏറ്റവും വളരെ ഇമ്പോർട്ടൻ്റ് ആണ് ഇന്ത്യൻ ഉപഭൂഖണ്ഡത്തിന്റെ അതിർത്തി. അപ്പൊ അതാണ് നമ്മൾ ഇനിയും ചർച്ച ചെയ്യാൻ പോകുന്നത്. ഇന്ത്യൻ ഉപഭൂഖണ്ഡം അതിർത്തി നമ്മൾ പറയാനായിട്ട് പോവാണ്. നോക്കൂ, ഇത് നമ്മുടെ ഇന്ത്യയാണ്. അപ്പൊ ഈ ഇന്ത്യൻ ഉപഭൂഖണ്ഡത്തില് തെക്ക് ഭാഗം എന്ന് പറഞ്ഞാൽ എന്താണ്? ഈ ഭാഗമല്ലേ തെക്ക്? ഇത് തെക്ക് ഭാഗം. ഞാൻ ഇവിടെ ഒന്ന് മാർക്ക് ചെയ്യാൻ മതി. ഇത് തെക്ക് ഭാഗമാണ്. ഇതെന്താണ്? വടക്ക് ഭാഗമാണ്, ഉത്തരഭാഗമാണ്. ഇത് പൂർവം കിഴക്ക് ഭാഗമാണ്. ഇത് പടിഞ്ഞാറ്. അപ്പൊ ഈ തെക്ക് ഭാഗത്ത് എന്തുണ്ട്? ഇന്ത്യൻ ഉപഭൂഖണ്ഡത്തിന്റെ തെക്ക് ഭാഗത്ത് എന്തുണ്ട്? ഇന്ത്യൻ ഓഷ്യൻ ഉണ്ട്. മാപ്പിൽ തന്നെ നിങ്ങൾക്ക് കാണാൻ പറ്റും, ഇന്ത്യൻ ഓഷ്യൻ ഉണ്ട്. ഞാൻ അല്ലെങ്കിൽ ഇവിടെ വലുതാക്കി ടൈപ്പ് ചെയ്ത് കൊടുത്തിട്ടുണ്ട്. ഇന്ത്യൻ ഉപഭൂഖണ്ഡത്തിന്റെ തെക്ക് ഭാഗത്ത് ഇന്ത്യൻ ഓഷ്യൻ ഉണ്ട്. ഇന്ത്യൻ ഓഷ്യൻ. അപ്പൊ ഇന്ത്യൻ ഉപഭൂഖണ്ഡം നിങ്ങൾ മനസ്സിലൊന്ന് കൊണ്ടുവരിക. ആ ഇന്ത്യൻ ഉപഭൂഖണ്ഡത്തിന്റെ തെക്ക് ഭാഗത്ത് എന്തുണ്ട്? ഇന്ത്യൻ ഉപഭൂഖണ്ഡം നിങ്ങളുടെ മനസ്സിലൊന്ന് കൊണ്ടുവരിക. ആ ഇന്ത്യൻ ഉപഭൂഖണ്ഡത്തിന്റെ തെക്ക് ഭാഗത്ത് എന്തുണ്ട്? ഇന്ത്യൻ ഓഷ്യൻ ഉണ്ട് എന്നുള്ളതാണ്. എന്താണുള്ളത്? ഇന്ത്യൻ ഓഷ്യൻ ഉണ്ട്. തെക്ക് ഭാഗത്ത് ഇന്ത്യൻ ഓഷ്യൻ ഉണ്ട്. ഇന്ത്യൻ ഉപഭൂഖണ്ഡത്തിന്റെ ഇത് വടക്ക് ഭാഗമാണ്. വടക്ക് ഭാഗത്ത് എന്തുണ്ട്? ഹിമാലയം ഉണ്ട്. ഈ ഒരു ഭാഗത്ത് നമ്മുടെ ഹിമാലയം മലനിരകൾ, ഹിമാലയം ഉണ്ട്. ഇവിടെ ഹിമാലയമാണ്. ഹിമാലയം. അപ്പൊ വടക്ക് ഭാഗത്ത് ഹിമാലയം ഉണ്ട്. അപ്പൊ ഇന്ത്യൻ ഉപഭൂഖണ്ഡത്തിന്റെ തെക്ക് ഭാഗത്ത് ഇന്ത്യൻ ഓഷ്യനും വടക്ക് ഭാഗത്ത് ഹിമാലയവും ഉണ്ട്. വടക്ക് ഭാഗത്ത് ഹിമാലയമുണ്ട്. റെഡിയല്ലേ? വടക്ക് ഭാഗത്ത് ഹിമാലയമുണ്ട്. അപ്പൊ ഞാനത് ഇങ്ങോട്ടൊന്ന് എഴുതാം. എവിടെയാണ്? ഇവിടെ ഒന്ന് എഴുതാം. ഉപഭൂഖണ്ഡം അതിർത്തി ഞാൻ ഇവിടെ ഒന്ന് പറയാം. ഉപഭൂഖണ്ഡം അതിർത്തി. അപ്പൊ ഉപഭൂഖണ്ഡം അതിർത്തി നമുക്കൊന്ന് പറയാം. ഉപഭൂഖണ്ഡം അതിർത്തിയില് തെക്ക് ഭാഗത്ത് എന്താണ്? തെക്ക് ഭാഗത്ത് ഇന്ത്യൻ ഓഷ്യൻ ഉണ്ട്. തെക്ക് ഭാഗത്ത് ഇന്ത്യൻ ഓഷ്യൻ ഉണ്ട്. വടക്ക് ഭാഗത്ത് എന്താണ്? ഹിമാലയമുണ്ട്. ഹിമാലയം. പിന്നെന്താണ്? നോക്കൂ, ഈ ഭാഗം, അതായത് വടക്ക്, പിന്നെ ഇത് പടിഞ്ഞാറല്ലേ? ഈ ഒരു ഭാഗത്ത്, അതായത് വടക്ക് പടിഞ്ഞാറ് ഭാഗം, ഇത് വടക്കാണ്, ഇത് പടിഞ്ഞാറാണ്. ഇത് രണ്ടും കൂടെ കണക്ട് ചെയ്ത് വടക്ക് പടിഞ്ഞാറ് ഭാഗത്ത് രണ്ട് അതിർത്തിയാണ്, രണ്ട് മലനിരകളാണുള്ളത്. അതായത് ഈ രണ്ട് മലനിരകളും, വടക്ക് പടിഞ്ഞാറ് നിൽക്കുന്ന രണ്ട് മലനിരകള് ഇന്ത്യയിലല്ല. അത് ഏത് രാജ്യത്താണ്? പാകിസ്ഥാനിലാണ് ആ രണ്ട് മലനിരകൾ. നമുക്ക് ഇന്ത്യയിൽ സ്ഥിതി ചെയ്യുന്നതല്ലാതെ, അല്ലാതെ സ്ഥിതി ചെയ്യുന്ന മൂന്ന് മലനിരകൾ നമുക്ക് പഠിക്കണം. ഇന്ത്യയിൽ അല്ല അത് സ്ഥിതി ചെയ്യുന്നത്, മറ്റു രാജ്യത്താണ്. പക്ഷെ ആ മൂന്ന് മലനിരകൾ നമുക്ക് പഠിക്കണം. അതിൽ രണ്ടെണ്ണമാണ് ഇത്. ഒരെണ്ണം നമ്മൾ പഠിക്കും പിന്നീട്, ഇപ്പോഴല്ല, പിന്നീട്. അപ്പൊ ഈ വടക്ക് പടിഞ്ഞാറ് ഭാഗത്ത്, ഇന്ത്യൻ ഉപഭൂഖണ്ഡത്തിലെ വടക്ക് പടിഞ്ഞാറ് ഭാഗത്ത് സ്ഥിതി ചെയ്യുന്ന രണ്ട് മലനിരകളുണ്ട് അതിർത്തിയിൽ. ഏതൊക്കെയാണ്? ഒന്ന് ഹിന്ദുക്കുഷ്, ഒന്ന് സുലൈമാൻ എന്നിങ്ങനെ രണ്ട് മലനിരകളാണ് എവിടെയുള്ളത്? വടക്ക് പടിഞ്ഞാറ് ഭാഗത്തുള്ളത്. മനസ്സിലായോ? വടക്ക് പടിഞ്ഞാറ് ഭാഗത്ത്. അപ്പോൾ നോക്കൂ, അതിർത്തിയില് വടക്ക് പടിഞ്ഞാറ് ഭാഗത്ത് ഞാൻ ഇവിടെ വടക്ക് പടിഞ്ഞാറ് ഭാഗം, പടിഞ്ഞാറ്. അപ്പൊ വടക്ക് പടിഞ്ഞാറ് ഭാഗത്ത് രണ്ട് മലനിരകൾ ഉണ്ട്. പാകിസ്ഥാനിൽ സ്ഥിതി ചെയ്യുന്ന, നമ്മുടെ ഇന്ത്യയിലാണോ? അത് അല്ല, പാകിസ്ഥാനിലാണ്. അപ്പൊ നമ്മുടെ ഇന്ത്യയിൽ അല്ലാതെ സ്ഥിതി ചെയ്യുന്ന മൂന്ന് മലനിരകളുണ്ട്. അതിൽ രണ്ടെണ്ണമാണ് നമ്മൾ പഠിക്കുന്നത്. ഒന്ന് ഹിന്ദുക്കുഷ്, പിന്നെന്താണ്? രണ്ട് എന്താണ്? ഹിന്ദുക്കുഷും സുലൈമാനും. അപ്പൊ ഹിന്ദുക്കുഷും സുലൈമാനും ഉണ്ട് എന്നുള്ളതാണ്, അല്ലെ? ഹിന്ദുക്കുഷും സുലൈമാനും. അപ്പൊ ഹിന്ദുക്കുഷുമുണ്ട്, അതോടൊപ്പം തന്നെ സുലൈമാനുമുണ്ട്. ഇനി ഇങ്ങോട്ട് നോക്കുമ്പോ ഇത് കിഴക്കാണ്, ഇത് വടക്കാണ്. അപ്പൊ വടക്ക് കിഴക്ക്, നമ്മള് വടക്ക് പടിഞ്ഞാറ് ഭാഗത്ത് നമ്മൾ പറഞ്ഞു. ഇനിയും വടക്ക് കിഴക്ക് ഭാഗം, വടക്ക് പടിഞ്ഞാറ് പറഞ്ഞല്ലോടാ ഇവിടെ. ഇനി ഇവിടെ
ഈ ഒരു ഭാഗമുണ്ട്. അതായത് വടക്ക്, ഏതാ വടക്ക്, ഇതാ വടക്ക്, ഏതാ കിഴക്ക്, ഇതാ കിഴക്ക്. അപ്പൊ ഇവിടെ കണക്ട് ചെയ്ത് വടക്ക് കിഴക്ക് ഭാഗത്ത് 2 മലനിരകളുണ്ട്. വടക്ക് കിഴക്ക് ഭാഗത്ത് 2 മലനിരകളുണ്ട്. അതാ ഇങ്ങനെ 2 മലനിരകളുണ്ട് വടക്ക് കിഴക്ക് ഭാഗത്ത്. ഏതൊക്കെയാ? വടക്ക് കിഴക്ക് ഭാഗത്ത് ഇന്ത്യൻ ഉപഭൂഖണ്ഡത്തെ വടക്ക് കിഴക്ക് ഭാഗത്ത് 2 അതിർത്തി, 2 മലനിരകളാണ് അതിർത്തി ആയിട്ട്. നോക്കൂ, ഏതാണ് 2 എണ്ണം? ഒന്ന്, എടാ ഈ കിഴക്ക് ദിക്കിന് ഞാൻ മറ്റൊരു പേര് പറഞ്ഞു, എന്താ? പൂർവം എന്നാ പറഞ്ഞത്, പൂർവം. അപ്പം പൂർവത്തിൽ നിന്നുള്ള മലനിര ഏതാണ്? പൂർവാഞ്ചൽ. ഒന്ന് പൂർവാഞ്ചൽ, ഒന്ന് അരക്കൻ യോമ. അരക്കൻ യോമ ശരിക്കും മ്യാൻമറിലാണ് കേട്ടോ. അരക്കൻ യോമ ഇങ്ങനെ വ്യാപിച്ചു കിടക്കുന്ന മ്യാൻമറിലേക്കാണ്. അത് നിങ്ങൾ നോക്കിയാൽ മതിയാകും. മ്യാൻമർ, ഇന്ത്യ മ്യാൻമർ ബോർഡറിലാണ്. അതുകൊണ്ട് നമ്മൾ പറഞ്ഞല്ലോ, ഞാൻ പറഞ്ഞല്ലോ, ഇന്ത്യയിൽ സ്ഥിതി ചെയ്യാത്ത 3 മലനിരകളിൽ അതിലൊന്ന് നമ്മുടെ ഹിന്ദുക്കുഷാണ്, ഒരെണ്ണം സുലൈമാനാണ്, ഒരെണ്ണം അരക്കൻയോമയല്ല. അരക്കൻയോമ നമ്മൾ ശരിക്കും ബോർഡറിലാണ് കേട്ടോ. അതുകൊണ്ട് അരക്കൻയോമ നമ്മൾ പറയില്ല. അരക്കൻയോമയല്ല, അത് മറ്റൊരു മലനിരയാണ് ഞാൻ പറയാത്. വരും ക്ലാസ്സിൽ നമുക്ക് പറയാം. അപ്പൊ നിങ്ങളിപ്പോ എത്ര ഓർക്കടാ? വടക്ക് കിഴക്ക് ഭാഗത്ത്, അതിർത്തിയിലെ വടക്ക് കിഴക്ക് ഭാഗത്ത് സ്ഥിതി ചെയ്യുന്ന 2 മലനിരകളുണ്ട്. ഒന്ന് എന്താണ്? നമ്മുടെ പൂർവം, കിഴക്ക് ദിക്കിലുള്ള പൂർവാഞ്ചലും, പിന്നെന്താണ്? അരക്കൻ യോമയും. പൂർവാഞ്ചലും അരക്കൻ യോമയും. അപ്പോ വടക്ക് പടിഞ്ഞാറ് ഭാഗം നമ്മൾ പറഞ്ഞു. ഇനി നമുക്ക് അടുത്ത ഇതില് നമുക്ക് എന്ത് പറയാം? വടക്ക് കിഴക്ക് ഭാഗം നമുക്ക് പറയാം. അപ്പോൾ ഇന്ത്യൻ ഉപഭൂഖണ്ഡത്തില് വടക്ക് കിഴക്ക് ഭാഗത്ത് സ്ഥിതി ചെയ്യുന്ന 2 മലനിരകളുണ്ട്. ഒന്ന് കിഴക്ക് എവിടെയാ? പൂർവമാണ്. അപ്പൊ അവിടുത്തെ മലനിര പൂർവാഞ്ചൽ. പിന്നെ അരക്കൻ യോമ. സെറ്റല്ലേ? അപ്പൊ ഇതാണ് നമ്മുടെ ഇന്ത്യൻ ഉപഭൂഖണ്ഡം അതിർത്തിയുമായിട്ട് ബന്ധപ്പെട്ട് എന്താണ്? ഇന്ത്യൻ ഉപഭൂഖണ്ഡം അതിർത്തിയുമായിട്ട് ബന്ധപ്പെട്ട് നമുക്ക് പഠിക്കാനുള്ള കാര്യങ്ങൾ ഇത്രയുമാണ് നിങ്ങൾ മനസ്സിലാക്കേണ്ടത്. പിന്നെ ഇവിടെ നിങ്ങൾക്കറിയാമല്ലോ, ഇവിടെ അറബിക്കടലുണ്ട്, അറേബ്യൻ സീ ഉണ്ട്, പിന്നെ ഇവിടെ ബേ ഓഫ് ബംഗാൾ ഉണ്ട്. അത് നിങ്ങൾ ജസ്റ്റ് ഓർത്ത് വെച്ചാൽ മതിയാകും. അപ്പൊ പ്രധാനമായിട്ട് നമ്മൾ ഉപഭൂഖണ്ഡത്തിന്റെ അതിർത്തി പറയുമ്പോൾ തെക്ക് ഭാഗത്ത് ഇന്ത്യൻ ഓഷൻ ഉണ്ട്, വടക്ക് ഭാഗത്ത് ഹിമാലയം ഉണ്ട്, പിന്നെ വടക്ക് പടിഞ്ഞാറ് ഭാഗത്ത് 2 പാകിസ്ഥാനിൽ സ്ഥിതി ചെയ്യുന്ന 2 മലനിരകളുണ്ട്. ഒന്ന് എന്താണ്? ഹിന്ദുക്കുഷാണ്, 2 സുലൈമാന്. പിന്നെ വടക്ക് കിഴക്ക് ഭാഗത്ത് സ്ഥിതി ചെയ്യുന്ന 2 മലനിരകൾ, ഒന്ന് പൂർവാഞ്ചലും അരക്കൻ യോമ നമ്മൾ ഇനി മുന്നോട്ട് പോകുമ്പോൾ ഒരുപാടിടത്ത് കേൾക്കും. അരക്കൻ യോമ നമ്മൾ പഠിക്കും, അത് ഡീറ്റെയിൽ ആയിട്ട് അരക്കൻ യോമയൊക്കെ നമ്മൾ പഠിക്കും കേട്ടോ. അപ്പോ ഇത്രയും കാര്യങ്ങളാണ് നിങ്ങൾക്ക് സംഭവം റെഡിയായിട്ടുള്ളത്. റെഡിയാണല്ലോ? അപ്പൊ ഇന്ന് നമ്മൾ എന്തൊക്കെയാണ് ഡീൽ ചെയ്തത്? ഇന്ന് ശരിക്കും നമ്മൾ ഇന്ത്യൻ ജോഗ്രഫിയിലേക്ക് നമ്മൾ സ്റ്റാർട്ട് ചെയ്തു. ഇന്ത്യൻ ജോഗ്രഫിയിലേക്ക് നമ്മൾ കിടക്കും. നമ്മൾ ഇന്ത്യ എവിടെയാണെന്ന് അറിയാതെ ഇന്ത്യൻ ജോഗ്രഫി പഠിക്കാൻ കഴിയില്ല. അതുകൊണ്ട് നമ്മൾ ഇന്ത്യ എവിടെയാണെന്നാണ് നമ്മൾ പഠിച്ചത്. ഇന്ത്യ, അപ്പൊ നമ്മൾ ദിശയൊക്കെ ഞാൻ പറഞ്ഞു തന്നു കൃത്യമായിട്ട്. ദിശയൊക്കെ എവിടെയാണ് കൃത്യമായിട്ട് ഞാൻ പറഞ്ഞു തന്നു. അപ്പോ ഇന്ത്യ എവിടെയാണെന്ന് നമ്മൾ പറഞ്ഞു. ഇന്ത്യ അല്ലെ, ഇന്ത്യ ഏത് ഭൂഖണ്ഡത്തിലാണ്? ഇതെന്താണ്? രേഖാംശരേഖ എന്താണ്? അക്ഷാംശരേഖ, രേഖാംശരേഖയൊക്കെ നമ്മൾ പറഞ്ഞു. ഇന്ത്യ സ്ഥിതി ചെയ്യുന്ന അർദ്ധഗോളം എന്ന് പറയുന്നത് എവിടെയാണ് എന്ന് നമ്മൾ പറഞ്ഞു കൃത്യമായ. ഉത്തരാർദ്ധഗോളവും കിഴക്കൻ അർദ്ധഗോളത്തിലുമാണ്. കിഴക്കൻ അർദ്ധഗോളത്തിലുമാണ് ഇന്ത്യ സ്ഥിതി ചെയ്യുന്നത്. പിന്നെ ഇന്ത്യ ഏത് ഭൂഖണ്ഡത്തിലാണ്? ഏഷ്യയിലെ തന്നെ തെക്കേ ഏഷ്യൻ രാജ്യമാണ് ഇന്ത്യ എന്ന് ഞാൻ പറഞ്ഞു. ഇതൊക്കെ നമ്മൾ പറഞ്ഞതാണ്. ഇന്ത്യൻ ഉപഭൂഖണ്ഡത്തിലേക്ക് വരുമ്പോൾ ഇന്ത്യയിൽ അയൽരാജ്യമായിട്ടുള്ള 3 രാജ്യങ്ങൾ, ചൈന, അഫ്ഗാനിസ്ഥാൻ, പിന്നെ ഒന്നുകൂടെ മ്യാൻമർ, ഇതൊഴിച്ച് ബാക്കി എല്ലാ അയൽ രാജ്യങ്ങളും ഇന്ത്യൻ ഉപഭൂഖണ്ഡത്തിലുണ്ട്. ഇന്ത്യൻ ഉപഭൂഖണ്ഡം എന്ന് പറഞ്ഞാൽ ഏഷ്യയിലെ മറ്റ് രാജ്യങ്ങളിൽ നിന്ന് വ്യത്യസ്തമായ പ്രദേശം, അതിനെയാണ് ഉപഭൂഖണ്ഡം എന്ന് പറയുന്നത്. കാലാവസ്ഥയിലും മറ്റ് സസ്യജന്തുക്കളിൽ, ഭാഷയിലും മനുഷ്യരിലും ഒക്കെ വ്യത്യസ്തമായിട്ടുള്ള പ്രദേശത്തെയാണ് ഉപഭൂഖണ്ഡം എന്ന് പറയുന്നത്. ഇന്ത്യയാണ് അതിൽ ഉപഭൂഖണ്ഡത്തിലെ ഏറ്റവും വലിയ രാജ്യം. ഏറ്റവും ചെറുത് മാലദ്വീപാണ്. അപ്പൊ അതൊക്കെയാണ് നമ്മൾ ഇന്നത്തെ ക്ലാസ്സിൽ നമ്മൾ ബേസിക് ആയിട്ടുള്ള കുറച്ച് കാര്യങ്ങളാണ് നമ്മൾ ഡീൽ ചെയ്തത്. അപ്പൊ ഇത്രയും സെറ്റ് ആണല്ലോ? റെഡി? യെസ്. അപ്പൊ അടുത്ത ക്ലാസ്സിൽ നമ്മൾ ഈ ഇന്ത്യയുടെ സ്ഥാനം എന്ന് പറയുന്ന ടോപ്പിക്കിൽ നമ്മുടെ ഇന്ത്യയിലേക്കുള്ളിലേക്ക് അടുത്ത ക്ലാസ്സിൽ നമ്മൾ ഇന്ത്യയുടെ ഉള്ളിലേക്ക് നമ്മൾ പ്രവേശിക്കും. റെഡിയാണല്ലോ? അപ്പൊ ഇന്നത്തെ ക്ലാസ്സിൽ പറഞ്ഞ കംപ്ലീറ്റ് കാര്യങ്ങൾ നിങ്ങൾക്ക് ക്ലിയർ ആണെന്ന് വിചാരിക്കുന്നു. താങ്ക് യു സോ മച്ച്. നമുക്ക് അടുത്ത ക്ലാസ്സിൽ വീണ്ടും കാണാം. ഓക്കെ? യെസ്, താങ്ക് യു.